ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചീര ഉപ്പേരിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ചീര പസലക്കീരയാണ്. തമിഴ്നാട്ടിൽ ഇതിൻ്റെ പേര് ഇങ്ങനെയാണ്, കേരളത്തിൽ ഇതിന് പറയുന്ന പേര് എനിക്ക് അറിയില്ല. സംഭവം എന്തായാലും ഇതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനൊരു ചെറിയ പൂവ് ഉണ്ടാവുന്നുണ്ട്, ഒരു റോസ് കളറിലുള്ള പൂവ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെച്ചിട്ട് നമുക്ക് കൂട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തണ്ട് മാത്രം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. വളരെ തിന്നായിട്ട് ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ അരിയണ ആ സൈസ് കണ്ടില്ലേ, അതേപോലെ അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതും കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഉഴുന്ന് പരിപ്പ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളറ് മാറുന്നോടം വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ചീരയ്ക്ക് നല്ല ജലാംശം ഉണ്ട്. ഇപ്പം നോക്കൂ, ഞാൻ എല്ലാം ചട്ടിയുടെ നടുവിലേക്ക് കുമിച്ച് വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് പോലുമില്ല. അപ്പോഴത്തേനും വെള്ളം കണ്ടോ എത്ര പുറത്ത് വന്നു എന്നുള്ളത്. ഇതിനേക്കാൾ അധികം പുറത്ത് വരുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. കൂട്ടത്തിൽ ചീരയും വെന്ത് കിട്ടും. ഫ്ലെയിം ലോ ടു മീഡിയം ലെവലിൽ വെക്കുകയാണെങ്കിൽ ചീര 6 മുതൽ 7 മിനിറ്റ് കൊണ്ട് ജലാംശമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അവസാനമായിട്ട് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ തൂവിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് പരിപ്പൊക്കെ ഇട്ട് കൂട്ടുണ്ടാക്കാം. അതേപോലെ ഈ ചീര ഉപയോഗിച്ചിട്ട് ഞാനൊരു പക്കോട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.